ഗുരുജനങ്ങൾ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, നിങ്ങളുടെയൊക്കെ മുമ്പിലിരുന്ന് മാറുന്ന സിനിമയെപ്പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു കപട വിനയവുമില്ലാതെ പറയട്ടെ, ഭയങ്കര ചമ്മലുളവാക്കുന്ന കാര്യമാണ്. കാരണം നിങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് ഞാൻ സിനിമ പഠിച്ചത്. ഇവിടെ സത്യൻ സാർ ഇരിക്കുന്നുണ്ട്. സത്യൻ സാറും ശ്രീനിയേട്ടനും ഒരുമിച്ചിരുന്ന് എഴുതിയ തിരക്കഥകളുടെ അവരെങ്ങനെയാണ് ഒരു കഥയിലേക്ക് എത്തിയത് എന്നൊക്കെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചാണ് ഞാൻ ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചമ്മലോടുകൂടിയാണ് ഞാൻ സംസാരിച്ചു തുടങ്ങുന്നത്. ലോകത്താകെ 36 കഥാസന്ദർഭങ്ങളേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ആ 36 കഥാസന്ദർഭങ്ങളും മഹാഭാരതത്തിലും രാമായണത്തിലും ഇലിയഡിലും പറഞ്ഞു കഴിഞ്ഞു. അവിടുന്ന് അങ്ങോട്ടുള്ളതെല്ലാം ഈ 36 കഥാസന്ദർഭങ്ങളുടെ ആവർത്തനങ്ങളാണ്. എന്ന് പറയുമ്പോൾ പുതിയ കഥ ഉണ്ടാകുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ലളിതമാണ്. കാലം മാറിയാലും വേഷവിധാനങ്ങൾ മാറിയാലും രാഷ്ട്രീയം മാറിയാലും ഒക്കെ മാറാതെ നിൽക്കുന്നത് മനുഷ്യൻ്റെ വികാരങ്ങൾ തന്നെയാണ്. സ്നേഹം, പക, പ്രണയം, വെറുപ്പ്, അസൂയ, ഇതൊക്കെ അന്നും ഇന്നും ഒന്ന് തന്നെ ആയതുകൊണ്ട് പുതിയ കഥകളല്ല ഉണ്ടാകുന്നത്, അത് വരുന്ന രീതികളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷേക്സ്പിയറിൻ്റെ മക്ബത്ത് കുറോസോവ ചെയ്യുമ്പോൾ ത്രോൺ ഓഫ് ബ്ലഡ് ആവുന്നതും, അത് വിശാൽ ഭരദ്വാജ് ചെയ്യുമ്പോൾ മക്ബൂൽ ആവുന്നതും, അത് നമ്മുടെ ദിലീഷ് ചെയ്യുമ്പോൾ ജോജി ആവുന്നതും. അതുകൊണ്ട് തന്നെയാണ് കർണൻ മണിരത്നത്തിൻ്റെ ഭാഷ്യത്തിൽ ദളപതിയാകുന്നതും, മഹാഭാരതം ശ്യാം ബനഗലിൻ്റെ ഭാഷ്യത്തിൽ കലിയുഗ് ആകുന്നതും, അല്ലെങ്കിൽ ഗംഗാ ജമുനയും മദർ ഇന്ത്യയും സലിം ജാവേദ് എഴുതുമ്പോൾ അമിതാഭ് ബച്ചനെ താരമാക്കിയ ദീവാറായി മാറുന്നത്. അപ്പോൾ പുതിയ കഥകൾ ഞങ്ങൾ ആരും ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പുതിയ കഥകൾ വേഷപ്രച്ഛന്നരായി വരുന്നതാണ്. ഈ പറയുന്ന മക്ബത്ത് പോലും ഷേക്സ്പിയർ ഒറിജിനൽ അല്ല. റഫേൽ ഹോളിൻഷെഡ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു ചാപ്റ്ററിൽ നിന്ന് അദ്ദേഹം കടമെടുത്തതാണ് മക്ബത്ത്. അതിനും പിന്നിലേക്ക് പോകുമ്പോൾ മക്ബത്ത് ചെന്ന് നിൽക്കാൻ പോകുന്നത് ഈ പറഞ്ഞ മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ ആയിരിക്കുകയും ചെയ്യും. ലാഗ് എന്ന് പറയുന്നതാണ് ഞങ്ങളെല്ലാം പേടിക്കുന്ന ഒരു വാക്കല്ലേ. ഞങ്ങൾ ഏറ്റവും പേടിക്കുന്ന വാക്കാണ് ലാഗ്. ആ ലാഗ് എന്ന് പറയുന്നത് ഇപ്പോൾ 30 സെക്കൻഡേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മുൻപ് നമ്മൾ അക്കാഡമിക് സിനിമകൾ എന്ന് പറയുന്ന സിനിമകളിൽ നിന്ന് ആ അക്കാഡമിക് വിഷയം പോലും ഇന്ന് പറയാൻ ഈ 30 സെക്കൻഡ് വിൻഡോ നമുക്ക് വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഭാഷ മാറുന്നത്. ഈ പറയുന്ന പോലെ അമിതമായ ബഹുമാനമൊന്നും ഇപ്പോൾ, അല്ലെങ്കിൽ കാട്ടിക്കൂട്ടുന്ന ബഹുമാനം ഉള്ള ഒരു തലമുറയ്ക്കല്ല നമ്മൾ സിനിമ കൊടുക്കുന്നത്. ഈ കാട്ടിക്കൂട്ടുന്ന ബഹുമാനം ഇല്ലാത്തത് കൊണ്ടാണ് മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ദിവ്യരൂപം കാണുമ്പോൾ, ഒരു ഇലുമിനേറ്റ് ചെയ്ത ദിവ്യരൂപം കാണുമ്പോൾ അയാൾക്ക് ഓർമ്മ വരുന്നത് അയാൾ കണ്ട ക്യാമറയാണ് എന്ന് പറയുന്ന ഇറവറൻസ്. ഈ ഇറവറൻസ് എന്ന് പറയുമ്പോൾ അവരൊന്നിനും ചോദ്യം ചെയ്യല്ല, അതും മനുഷ്യന്റെ റിയാലിറ്റി ആയിട്ട് കാണിക്കുന്ന ഒരു പുതിയ ഭാഷ വരികയാണ് സിനിമയിൽ. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിലൊന്നാണ് ഈ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് പറയുന്നത്. അതിലെനിക്ക് ഞാൻ എപ്പോൾ ടി വിയിൽ വന്നാലും അതിൻ്റെ ഒരു കാണുന്ന ഒരാൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ഞാൻ ഉത്തരം എഴുതേണ്ടത് എന്നെനിക്കറിയില്ല എന്നുള്ളത് ഒരു ഡയലോഗിലൂടെയല്ല കാണിച്ചിരിക്കുന്നത്. പ്രമദവനം എന്ന് പറയുന്ന പാട്ടിൻ്റെ ഒരു മ്യൂസിക് ബിറ്റെടുത്ത് ഇവിടെ ഇടുമ്പോൾ അതിന് വേറെ അർത്ഥം വരികയാണ്. ഇപ്പോൾ ആ സിനിമയിൽ അതിൻ്റെ അർത്ഥം വേറെയായിരുന്നു. ഈ സിനിമയിൽ അതിൻ്റെ അർത്ഥം ഒരു ഡയലോഗ് പോലും ഇല്ലാത്തൊരു കാര്യങ്ങളിലേക്കായി മാറുകയാണ്. അപ്പോൾ ഈ തരം ആൾക്കാരോടാണ് പണ്ട് നമ്മൾ സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി വിസ്മയ കാഴ്ച കാണിച്ച് നമ്മളിതിനെ രസിപ്പിക്കാൻ നോക്കുമായിരുന്നു.